പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിരൽത്തുമ്പിലെ വിദേശ വാർത്തകൾക്കായി പ്രവാസി മലയാളി എന്ന ഈ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുരന്ത ഭൂമിയിൽ നേരിട്ട് എത്താനായില്ലെങ്കിലും ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കുവൈറ്റിലെ പ്രവാസി കൂട്ടായ്മകൾ. കേരളം അതിജീവനത്തിന്റെ പാതയിലാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി നാട് കൈകോർക്കുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് സഹായവുമായാണ് ദുരിതാശ്വാസ ക്യാമ്പിലെത്തുന്നത്. പ്രളയം തകർത്തെറിഞ്ഞ കേരള ജനതയ്ക്ക് സഹായഹസ്തവുമായി കുവൈറ്റിലെ വിവിധ പ്രവാസി കൂട്ടായ്മകൾ രംഗത്തെത്തുകയാണ്. ദുരന്തഭൂമിയിൽ നേരിട്ട് എത്താനായില്ലെങ്കിലും ഇരയായവർക്ക് പരമാവധി സഹായം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് പ്രവാസ ലോകം. ക്യാമ്പുകളിലേക്കുള്ള അവശ്യ വസ്തുക്കൾ എത്തിച്ചും സാമ്പത്തിക സഹായം നൽകിയുമാണ് പ്രവാസി കൂട്ടായ്മകൾ കേരളത്തെ വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിൽ പങ്കുചേർന്നത്. തുടർച്ചയായ 2ാം വർഷവും ഉണ്ടായ ദുരന്തത്തിൽ കനത്ത നാശമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംഘടനകൾ അംഗങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ധനസമാഹരണത്തിന് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ജുമ ഖുതുബയിലും പെരുന്നാൾ ഖുതുബയിലും സഹായ ആഹ്വാനമുണ്ടായി. വിവിധ സംഘടനകൾ നടത്തുവാൻ നിശ്ചയിച്ച വാർഷികാഘോഷവും ഓണാഘോഷവും മാറ്റിവെച്ച് ആ പണം പ്രളയ ദുരിതാശ്വാസത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് പ്രളയ ദുരിതാശ്വാസത്തിന് പണം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിന് ശേഷമുള്ള നവകേരള നിർമ്മാണത്തിനായി കുവൈറ്റിലെ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ 7.86 കോടി രൂപ പിരിച്ചു നൽകി. പണമായും സാധനങ്ങളായും വ്യക്തികളും സംഘടനകളും നൽകിയത് വേറെയുമുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ അത്ര ഒഴുക്ക് സഹായധന ശേഖരണത്തിൽ ഇത്തവണ ഇല്ല എന്ന് സംഘടനാ നേതാക്കൾ അഭിപ്രായം പങ്കുവച്ചു. പ്രവർത്തനം ഊർജിതമാക്കി വരും ദിവസങ്ങളിൽ ഈ കുറവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവധിക്ക് നാട്ടിൽ പോയ പ്രവാസികൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാണെന്ന വിവരമാണ് നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കുവാൻ കേരളം ഇസ്ലാമിക് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കനിവ് സോഷ്യൽ റിലീഫ് സെൽ സമാഹരിക്കുന്ന ധനസഹായത്തിന്റെ ആദ്യ ഗഡു കൈമാറി. 10 ലക്ഷം രൂപയാണ് നാട്ടിലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി PC ബഷീറിന് കൈമാറിയത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ 10 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഫൗണ്ടേഷന് കീഴിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുമുണ്ട്. കനിവ് നടത്തുന്ന ദുരിതാശ്വാസ ധനസമാഹരണം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി നടക്കുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും KIG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവ്വൂർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം KIG 75 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസത്തിന് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സാലറി ചാലഞ്ച് വകയിലും 1 കോടിയിലധികം രൂപ കുവൈറ്റ് നൽകിയിരുന്നു. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അതേസമയം പ്രളയബാധിതരായ ഒരുമ പ്രവാസി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായവർക്കാണ് സഹായം നൽകുന്നത്. പ്രളയത്തിൽ ആശ്രിതർ നഷ്ടപ്പെട്ടവരും വീട് നഷ്ടപ്പെട്ടവരും ഭാഗികമായി നഷ്ടം സംഭവിച്ചവരുമായ ഒരുമ അംഗങ്ങൾ നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഡയൽ ചെയ്യൂ 92248715 അഥവാ 94108010. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.